സിനിമയിൽ ഇത്ര മലയാള സിനിമയിൽ അല്ലെങ്കിൽ അന്യഭാഷകളിലൊക്കെ എത്ര പാട്ട് മലയാള സിനിമയിൽ എത്ര പാട്ട് സിനിമയുടെ കാര്യം പറയാൻ സാറിൻ്റെ സിനിമയിലില്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഹിന്ദി കോനിഗാവ്. എന്തായാലും അതിനകത്തൊരു പാട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ഭാഗ്യമെന്നാണ് കരുതുന്നത്. ഇങ്ങനൊരു മലയാളത്തിൽ ഞാൻ ഒരു റീക്രിയേറ്റ് ഇപ്പം ഇറങ്ങാൻ പോകുന്ന നമ്മുടെ പിന്നെ ബിജോയ് കൊല്ലം നിർമ്മിക്കുന്ന ഒരു സിനിമയുണ്ട്, എൻ്റെ കല്യാണം ഒരു മഹാസംഭവം. അതിൻ്റെ മ്യൂസിക് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് എഴുതിയിരിക്കുന്ന ഒന്ന് ഈ കാർത്തിക് എൻ കെ അമ്പലപ്പുഴ, പിന്നെ ഒരു രാധാലക്ഷ്മി ശ്രീജിത്ത്, രണ്ടും നല്ല പാട്ടുകളാണ്. പിന്നെ ഒരു മലയാള സിനിമ പാടിയിട്ടുണ്ട്. ഏത് സിനിമ? അത് ഈ കൗരവസേന എന്ന് പറയുന്ന സിനിമ. അത് നമ്മൾ പണ്ടൊരു ആൽബം ചെയ്തായിരുന്നു. ആൽബം ചെയ്ത് അവർ ഇഷ്ടപ്പെട്ട സിനിമയിലെടുത്ത പാട്ട്. പക്ഷേ അത് വേറെ മറ്റ് ടൈപ്പ് ഒരു പാട്ടായതുകൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനൊരു എന്ന് വെച്ചാൽ കള്ളിൻ്റെ കള്ള് പാട്ട് പൊന്നോ. അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ഒരുപാട് അത് പാടിക്കൊണ്ട് നടന്നൊരു പാട്ടായിരിക്കും. ഇതുപോലൊരു സാധനമുണ്ടോ? അതന്നെ, ഒരു 2 വരി ഒന്ന് പാടിയത്. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഇന്നീ ഭൂലോകത്ത്, ഉണ്ടാകാനൊരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം, അരിയോരരിയോരരിയോരരിയോരേ, അരിയോരരിയോരരിയോരരിയോരേ. അതിൻ്റെ വിഷ്വലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് എവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്? അത് മലനട എന്ന് പറയുന്ന ആ ഷാപ്പിൽ വെച്ചാണ് നമ്മൾ കൗരവസേന സിനിമയും പിന്നെ ഷൂട്ട് ചെയ്യേണ്ടത്. സ്ഥലം കൊല്ലം ജില്ല മലനട. നല്ല രസം, പെരുവരുത്തി മലനട. ആ ക്ഷേത്രത്തിലേക്ക് ഒരു 100 പാട്ട് കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. 100 പാട്ടോ? ഒരു അമ്പലത്തിലെ 100 പാട്ട് ഒരു അമ്പലത്തിന് വേണ്ടി. ആ മനുഷ്യനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഒച്ചറയിൽ ഒരു 300 പാട്ട് കൂടുതൽ ഞാൻ എഴുതി കാണും. ഒച്ചറ അമ്പലത്തിലെ. എന്തുകൊണ്ടാണ് ബാബുചേട്ടാ ഇത്രയും കഴിവുള്ള താങ്കൾ നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാതെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നത്? അല്ല, അന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലമല്ലല്ലോ, ഇപ്പോഴല്ലേ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. താങ്കളെ സംബന്ധിച്ച് ഒരു കാര്യത്തിന് വിളിച്ചാൽ പോലും താങ്കൾ വരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി പോകാനുള്ള? അല്ല, നമ്മുടെ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടം ഭയങ്കരമാണല്ലോ, ഓടിയെത്തണ്ടേ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ വൈഫ് ബിന്ദു, 2 മോളുമാർ, മൂത്താൾ പ്ലസ് ടു, 2 മക്കൾ. മൂത്താൾ അനഘ, ഇളയാൾ അനുജ, രണ്ടാമത്തെ ആൾ 8 പഠിക്കുന്നു. കുഴപ്പമില്ല, നല്ലവരെ പഠിക്കുന്നുണ്ട്. നമ്മുടെ കലാഫീൽഡിൽ അവർക്കും ഈ സംഗീതത്തിനോടുള്ള. മൂത്ത മോൾ എഴുതും, ഇളയാട് പാട്ട്, 2 പാട്ട് കൂടെ കഴിയും. ഞാൻ അടുപ്പിച്ചിട്ടില്ല, അനുഭവം നമുക്കറിയാമല്ലോ. എനിക്കറിയാം, ഒത്തിരി കലാകാരന്മാരെ അറിയാം, കലയുടെ പുറകെ നടന്ന് ജീവിതം പോയവർ. പക്ഷെ നമ്മളെന്തോ, എനിക്കും തോന്നുന്നു സാധാരണ ഒരു മനുഷ്യൻ്റെ അനുഭവിക്കുന്നതിനേക്കാൾ അപ്പുറം ബാബുചേട്ടനും ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് കലയുടെ പുറകെ നടന്നിട്ടാ. ഞാൻ NCVT ഇലക്ട്രോണിക്സ് അത് കളഞ്ഞിട്ടാ ഇതിന് പുറകെ നടക്കുന്നത്. പുതിയ വലിയ പ്രൊജക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടോ? പുതിയ സാറിൻ്റെ സിനിമ തന്നെ കോനിഗാവില്ലേ, അത് വരട്ടെ. നമ്മൾ പിന്നീട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, കുറേ വർക്കുകൾ കഴിഞ്ഞല്ലോ. ഇതിൽ ഇറങ്ങാൻ പറഞ്ഞില്ലേ, എൻ്റെ കല്യാണം ഒരു മഹാസംഭവം. അതിന് സെൻസറിങ് എല്ലാം കഴിഞ്ഞു. മഹാസംഭവം, എൻ്റെ കല്യാണം ഒരു മഹാസംഭവം. നിങ്ങൾ കേട്ടിട്ടില്ലയോ? കൊല്ലത്തെ കല്യാണം കേട്ടിട്ടുണ്ടോ? ആ സാധനം കൊല്ലക്കാരുടെ കല്യാണം എന്താണ്, അതാണ് ആ സിനിമ. കൊല്ലക്കാർ ചെയ്യുന്ന നിർമ്മിക്കുന്ന ബേസിൽ ജോസഫിൻ്റെ ഒരു പടം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഡിഫറൻസ് ആയിരിക്കും. എൻ്റെ കല്യാണം ഒരു മഹാസംഭവം, കല്യാണം ബേസ് ചെയ്താ. കൊല്ലത്തെ ഒരു കല്യാണം എങ്ങനെ, അതാ. പുതുമുഖങ്ങളാണോ അതോ? പുതുമുഖങ്ങളാണ്, എല്ലാം പുതുമുഖങ്ങളാണ്. അല്ല, എൻ്റെ മഞ്ജു പത്രോസോ അങ്ങ് കുറേ ഉണ്ട്. ഞാൻ ആ ലൊക്കേഷനൊന്നും പോയതൊന്നുമില്ല. നമ്മൾ പാട്ട് എഴുതി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണോ? കഴിഞ്ഞു, സെൻസറിങ് കഴിഞ്ഞു. ഡേറ്റ് എടുത്താൽ മതി റിലീസിൻ്റെ. ഭക്തിഗാനത്തോടാണ് കൂടുതലും ബാബുചേട്ടൻ ചെയ്തിട്ടുള്ളത്. ഭക്തിഗാനങ്ങളാണ് ചെയ്തിട്ടുള്ളത് കൂടുതൽ. അങ്ങനെ ആയിപ്പോയി. എന്ന് വെച്ചാൽ അന്ന് ഭക്തിഗാനങ്ങളുടെ സമയമല്ലായിരുന്നു. ആൽബങ്ങളൊക്കെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, അല്ലാതെ പ്രണയഗാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പും നമ്മൾ എഴുതും, ഇന്നൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. എന്ത് ടൈപ്പ് വേണമെങ്കിലും ഇവർ പറയുന്നത്, ഈ പ്രൊഡ്യൂസറിലെ ആവശ്യക്കാരൻ എന്താണെന്ന് പറയുന്നത് അത് എഴുതി കൊടുക്കും. ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോലെ അന്ന് ഈ മാഗസിൻ ഉണ്ടല്ലോ കോളേജിലെ, അപ്പോൾ അന്ന് പറയുന്നത് 5 രൂപ 10 രൂപ മേടിച്ചവർ കവിത എഴുതി കൊടുക്കുന്ന കൂട്ടത്തിലായിരുന്നു. അവരവരുടെ പേര് വെക്കും, മാഗസിനകത്ത് പേര് വരാൻ വേണ്ടി. 5 രൂപ 10 രൂപ കിട്ടുമെന്ന്. ഇടയ്ക്ക എങ്ങനെയാണ് പഠിച്ചത്? അത് സോപാന സംഗീതം പറഞ്ഞില്ല എൻ്റെ ജോലി. അത് ശൂരനാട് ശിവശങ്കര പണിക്കർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ് എന്നെ ഈ സോപാന സംഗീതം പഠിപ്പിച്ചത്. ഞാൻ ഈ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം. ഞാൻ ITCക്ക് മാതയിലാണ് പഠിച്ചത്, മാതയ അമൃതാൻ്റെ മേടെ. അപ്പോൾ അവിടെ കലോത്സവം വന്നപ്പോൾ ഞാൻ പങ്കെടുത്തു. അപ്പോൾ എനിക്കെല്ലാം ഞാൻ പങ്കെടുത്തെല്ലാം ഫസ്റ്റ് കിട്ടി. സബ് ജില്ല വന്നു, അവിടെ ഫസ്റ്റ് കിട്ടി.
ജില്ലയിൽ വന്നു. അവിടെ ലളിതഗാനത്തിന് ഫസ്റ്റ്, ശാസ്ത്രീയ സംഗീതത്തിന് ഫസ്റ്റ്, കവിതയ്ക്ക് ഫസ്റ്റ്, ജില്ലാ കലാപ്രതിഭയായിരുന്നു. അങ്ങനെ മാതാ അമൃത ആ മഠത്തിൽ തന്നെ പിന്നെ ഫ്രീ ആയിട്ട് തന്നെ ഫീസ് വാങ്ങിച്ചില്ല. അതുവരെ ഞാൻ ഈ ജോലിക്ക് ഒരാഴ്ച 2 ദിവസം ലീവ് എടുത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. എൻ്റെ അവിടെ പഠിച്ചു തന്നെ വിനോദ് സാറ്, സൈസ് സാറ് ഇവർക്കെല്ലാം അറിയാമായിരുന്നു. അവരെല്ലാവരും അനുമതിയോടെ കൂടെ ആഴ്ച 2 ദിവസം ലീവ് എടുത്ത് ജോലി പെയിൻറ്റിങ്ങിന് പോയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ എന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു. കസ്തൂരിയമ്മ എന്തായാലും ചേർത്ത് പിടിച്ചു. അതുപോലെ ഈ സമയത്താണ് ഞാൻ പെയിൻറ്റിങ്ങിന് എൻ്റെ ആശാൻ്റെ വീട്ടിൽ പോകുന്നത്. അവിടെ നമ്മൾ ഈ പെയിൻറ്റ് കൂട്ടുകാരൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ബിജു ഉണ്ട്, ഒരു മനോജ് എന്ന് പറയുന്ന 2 കൂട്ടുകാർ. ഞങ്ങൾ ഈ പെയിൻറ്റ് ചെയ്യുമ്പം പാട്ട് പാടും. അങ്ങനെ ആശാൻ ഉച്ചയ്ക്ക് ആശാൻ ക്ഷേത്രത്തിൽ ജോലി, എട്ടിക്കോട് നഗര ക്ഷേത്രത്തിൽ. തിരിച്ചവിടെ വന്നപ്പോഴാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആശാൻ ചോദിച്ചു, ബാബുന് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ കയറി ഏറ്റു. അങ്ങനെ ആശാൻ്റെ അവിടെ നിന്ന് കൂടിയതാണ്. സോപാന സംഗീതം തൊഴിലായിട്ട് കൊണ്ടുപോവുകയാണ്. തൊഴിലായിട്ട് കൊണ്ടുപോകുക. സോപാന സംഗീതമാണ് ഉപജീവന മാർഗം. സോപാന സംഗീതം, കളമെഴുത്ത് പാട്ട്, ഭദ്രകാളി കളമെഴുത്ത് പാട്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുമരഞ്ചിറ അമ്പലത്തിൽ സജീവണ്ണ ഉണ്ട്, അദ്ദേഹം ചെയ്ത് വർക്കുന്നത്. അതിൽ അല്ല, കളമെഴുത്തുമായിട്ട് ഒരു വിഷ്വൽസ് ഉള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നല്ലോ, ഒരു കുട്ടിയുടെ. അതെ, അത് അവിടുത്തെ കുമരഞ്ചിറ അമ്പലത്തിലൊരു പാട്ടായിരുന്നു, കളമെഴുത്ത് പാട്ടായിട്ട് ബന്ധപ്പെട്ട്. മുത്തുമാരി അമ്മനെ എന്ന് പറഞ്ഞൊരു പാട്ട്. എത്ര ക്ഷേത്രങ്ങളിൽ ഈ സോപാന സംഗീതത്തിൽ പോകുന്നുണ്ട്? ഞാൻ കേരളത്തിൽ അങ്ങോളം പോയിട്ടുണ്ട്. എല്ലായിടത്തും. ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു എന്നെ തിരിച്ചറിഞ്ഞോടുകൂടി ഇപ്രാവശ്യം വയനാടുണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു, പിന്നെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ട്. തമിഴ്നാട്, രാജസ്ഥാനിൽ. തമിഴ്നാട് താല്പര്യം എന്ന് പറയത്തില്ല, സ്ഥലം ഓർമ്മയില്ല, മറന്നുപോയി. രാജസ്ഥാനിൽ, വിദേശത്ത് പോയിട്ടില്ല. അതിനുള്ള ഭാഗ്യം വരട്ടെ. എല്ലാം ദൈവത്തിന് നമ്മൾ കൊടുത്തേക്കുക. ഉടനെ തന്നെ വരും, കുഴപ്പമില്ല.